ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു LDC സ്പെഷ്യൽ വൊക്കാബുലറി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ LDC പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് നമുക്ക് 1 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള 5 വൺ വേർഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് കാനിബാൾ. കാനിബാൾ എന്ന് പറഞ്ഞാൽ നരഭോജി എന്നാണ് അർത്ഥം. വൺ ഹൂ ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ്, അതാണ് കാനിബാൾ. വൺ ഹൂ ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ്, അതിനെ നമ്മൾ കാനിബാൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കോഡ് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ മനുഷ്യരെയൊക്കെ വെട്ടി നുറുക്കിയൊക്കെ എടുക്കുന്നവർ, അവർ ഒളിച്ചാണ്, ആരും കാണാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മാംസമൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, വെട്ടി നുറുക്കി ഒരു ബോൾ പോലെയാക്കി ഒരു ക്യാനിനകത്ത് വെച്ച് അടച്ചു വയ്ക്കുന്നു എന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാനിബാൾ കിട്ടും. അപ്പോൾ കാനിബാൾ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ്. അപ്പോൾ ഹ്യൂമൻ ഫ്ലഷ് എന്ത് ചെയ്യുന്നു, ഒരു ക്യാനിനകത്ത് വെച്ചിട്ട് ഒരു ബോൾ പോലെ ആക്കി ഒരു ക്യാനിനകത്ത് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ കാനിബാൾ എന്ന് പറയുന്നത്. കാനിബാൾ എന്ന് പറഞ്ഞാൽ നരഭോജി. അടുത്ത് നമ്മൾ പറയുന്നത് കാർണിവോറസ്. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മാംസബുക്ക് എന്നാണ് അർത്ഥം. മാംസം ഭക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. വൺ ഹൂ ഫീഡ്സ് ഓൺ ഫ്ലഷ്. അപ്പോൾ മാംസം കഴിക്കുന്ന ആളുകൾ, ഈ മാംസം കഴിക്കുന്ന ആളുകളൊക്കെ അവർ കാറ് കൊണ്ടുപോയിട്ടാണ് ഈ മാംസം വാങ്ങുന്നതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ കാറ് കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യുന്നു, മാംസം വാങ്ങിക്കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കാർണിവോറസ് മാംസബുക്കാണെന്ന് കിട്ടും. അപ്പോൾ കാറ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, മാംസം വാങ്ങിക്കൊണ്ടുവരുന്നു. അങ്ങനെയാണ് പറയുമ്പോൾ, ആലോചിക്കുമ്പോൾ നമുക്ക് കാർണിവോറസ് പെട്ടെന്ന് കിട്ടും. അപ്പോൾ വൺ ഹൂ ഫീഡ്സ് ഓൺ ഫ്ലഷ്, അതാണ് കാർണിവോറസ്. അടുത്ത മൂന്നാമത്തെ നമ്മൾ പറയുന്നു ഈഗോയിസ്റ്റ്. ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ അഹംഭാവി എന്നാണ് അർത്ഥം. എ ലവർ ഓഫ് വൺ സെൽഫ്, ഓഫ് വൺസ് അഡ്വാൻസ്മെൻറ്റ്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് മാത്രം, അയാളെ മാത്രമേ അയാൾ സ്നേഹിക്കുന്നുള്ളൂ, മറ്റാരെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുകയോ ഒന്നുമില്ല. അയാളുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു, അയാളുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ നമ്മൾ പറയുന്നതാണ് ഈഗോയിസ്റ്റ്. ഈഗോയിസ്റ്റ്, അഹംഭാവി, എ ലവർ ഓഫ് വൺ സെൽഫ്, ഓഫ് വൺസ് അഡ്വാൻസ്മെൻറ്റ്. അപ്പോൾ ഈഗോയിസ്റ്റ് പറയുമ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ഈഗോട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈഗോയിസ്റ്റ് പറയുമ്പോൾ EGOIST ആണ് ഈഗോയിസ്റ്റ്. ഇവിടെ ഈഗോട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ EGOTIST. അപ്പോൾ ഇവിടെ ഈഗോട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആത്മപ്രശംസകൻ എന്നാണ്. വൺ ഹൂ ടോക്സ് ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ്സ്. ചില ആളുകളൊക്കെ പറയുമ്പോൾ അവരുടെ വിജയം ഇങ്ങനെ, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതൊരു ടെസ്റ്റാണ് അവരുടെ. അപ്പോൾ അടുത്തൊരു ടെസ്റ്റ്, ഇവരൊരു ടെസ്റ്റ് പോലെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊരു അടുത്തൊരു ടെസ്റ്റാണെന്ന് പറഞ്ഞ് ഒരു കഥ പോലെ ഇങ്ങനെ മെനഞ്ഞ് പറയുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഈഗോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് പറയുമ്പോൾ നേട്ടങ്ങളാണ് പറയുന്നതെന്ന് ആലോചിച്ചാൽ മതി. ആത്മപ്രശംസ, ഈഗോ ടെസ്റ്റ്. വൺ ഹൂ ടോക്സ് ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ്സ്, അതാണ് ഈഗോട്ടിസ്റ്റ്. അടുത്ത് നമ്മൾ പറയുന്നത് മാർട്ടയർ. മാർട്ടയർ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി എന്നാണ്. വൺ ഹൂ ഡൈസ് ഫോർ നോബിൾ കോസ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വെടിയുന്ന ആൾ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാർട്ടയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോഡായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ടയർ എന്ന് പറയുമ്പോൾ ഒരു വാഹനം നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ എന്താണ്, ഒരു ടയർ, ഒരു വാഹനം മറ്റൊരാളുടെ നേരെ ഇങ്ങനെ വരുന്നു. അപ്പോൾ അയാൾ മാറ് എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ചു മാറ്റിയിട്ട് സ്വയം അയാളുടെ നെഞ്ചത്തൂടി ഈ ടയർ കയറി ഇയാൾ മരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളതാണ് ആലോചിച്ചാൽ നമുക്ക് മാർട്ടയർ എന്ന് പറയുന്നത് രക്തസാക്ഷിയാണെന്ന് കിട്ടും. മാർട്ടയർ, വൺ ഹൂ ഡൈസ് ഫോർ നോബിൾ കോസ്, അതാണ് മാർട്ടയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കുന്നു. കാനിബാൾ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ്, നരഭോജി എന്ന് പറയും, അതാണ് കാനിബാൾ. രണ്ടാമത് നമ്മൾ പറഞ്ഞു കാർണിവോറസ്, വൺ ഹൂ ഫീഡ്സ് ഓൺ ഫ്ലഷ്, അതാണ് കാർണിവോറസ്. മൂന്നാമത്തേത് ഈഗോയിസ്റ്റ്, എ ലവർ ഓഫ് വൺ സെൽഫ്, ഓഫ് വൺസ് അഡ്വാൻസ്മെൻറ്റ്. ഇനി ഈഗോട്ടിസ്റ്റ് പറഞ്ഞു, വൺ ഹൂ ടോക്സ് ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ്സ്, അതാണ് ഈഗോട്ടിസ്റ്റ്. അടുത്ത് നമ്മൾ പറഞ്ഞു മാർട്ടയർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഡൈസ് ഫോർ നോബിൾ കോസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് താഴെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസാണ് ഇനിയുള്ള നമ്മുടെ വീഡിയോയ്ക്ക് ആധാരം.